ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? ഞാൻ വടവാതൂര് നമ്മുടെ സ്റ്റഡി ഹൗസിൽ വരെ വന്നതാണ് കേട്ടോ. വൈകുന്നേരം വീട് ഇവിടെ വെച്ചെടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ഒരു പുതിയ ലൊക്കേഷൻ ആയിക്കോട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഒരു നന്മ പറഞ്ഞു ചൊല്ലി നമ്മുടെ മീഡിയ വഴിയുള്ള എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്ന് നാളെ ഞായറാഴ്ച രാത്രി 8:30 ശാലോവിൽ അഭിഷേകാഗ്നി ശുശ്രൂഷ. അതേപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് ഫ്രൂട്ട് ഓഫ് മേരി ശുശ്രൂഷ. അഭിഷേക സെൽഷ്യസ് നേതൃത്വം കൊടുക്കുന്നത് ദമ്പതികളാக അല്ലെങ്കിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങളാകെ സ്വീകരിക്കുക ഒരുങ്ങുന്നവർക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ശുശ്രൂഷ. ബുധനാഴ്ച പിന്നെ വൈകുന്നേരങ്ങളിൽ 6 മണിക്ക് തുടങ്ങും. 8 മണി മുതൽ ബഹുമാനപ്പെട്ട സേവക വട്ടാരച്ചുകൊണ്ട് 9 മണി നീണ്ടു നിൽക്കുന്ന ഹോളി സ്പിരിറ്റ് ഈവനിങ്. പിന്നെ എല്ലാ ദിവസമുള്ള നമ്മുടെ കുഞ്ഞു ടോക്ക്. ഇതാണ് PDMന്റെ STMന്റെയും അല്ലെങ്കിൽ സെഹിയോന്റെയൊക്കെ പ്രധാനപ്പെട്ട ചില ശുശ്രൂഷകളാണ് കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ വിജയം കാണുന്നവർക്ക് നല്ല അനുഭവം ഉണ്ടാകാൻ വേണ്ടി നമുക്കൊരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 1 പത്രോസ് 3:17. 1 Peter chapter 3 verse 17. തലക്കെട്ട് ഇതാണ്: നല്ലത് നോക്കി എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പച്ചക്കറി മേടിക്കാൻ പോവാണെങ്കിൽ തക്കാളിക്കാല പല സാധനമൊക്കെ നമ്മൾ അതിനകത്ത് നല്ലത് നോക്കി തന്നെ എടുക്കും. ചിലപ്പോൾ ഞാൻ കണ്ടു ചിലപ്പോൾ അത് പച്ചക്കറി നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വീട്ടിൽ വരുന്ന സിസ്റ്റം ശരിയായല്ല, നമ്മളത് പോയി നോക്കിയെടുക്കുക. ഒരു ഓറഞ്ച് അല്ലേ, അപ്പോൾ നമ്മൾ അതിനകത്ത് നല്ലത് നോക്കിയെടുക്കും. നല്ലത് നോക്കിയെടുക്കുക എന്നുള്ളത് ഒരു നൈസർഗികമായ കാര്യമാണ്. മറിയത്തെക്കുറിച്ച് പറയുന്നത് നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മറിയത്തെക്കുറിച്ച് പറയുന്ന ഭാഗം നമുക്കറിയാം എന്ന് പറയുന്നത് പോലൊരു വചനമാണ്. ആ വചനതാണ് സഹോദരങ്ങളെ, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ച കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. ഹല്ലേലൂയാ. എന്ത് മനോഹരമായ വചനമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. നന്മ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നന്മയല്ലേ വരേണ്ടത്. അങ്ങനെയല്ല. നന്മയ്ക്ക് പ്രതിഫലമായി അവരെന്നോട് തിന്മ ചെയ്യുന്നു എന്ന് ബൈബിളിൽ വചനമുണ്ട്. ഞാൻ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞത് കൊണ്ടാണ് അവരെന്നെക്കുറിച്ച് തിന്മ പറയുന്നതെന്ന് ബൈബിളിൽ വചനമുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ലോകത്തിന്റെ ലോജിക്കും ഈ ലോകത്തിന്റെ നിയമം വെച്ചിട്ട് നമ്മൾ നോക്കരുത്. ദൈവവചനം പഠിപ്പിക്കുക, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക. ചില മനുഷ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ നിർണായകമായ ഒരവസരത്തിൽ ലോണൊക്കെ കൊടുത്തു, വല്ല പൈസ കൊടുത്തു, എന്നിട്ട് അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടിരുന്ന, എന്നിട്ട് ഇവർക്ക് അവരൊരു മൈൻഡും ചെയ്യാതെ പിന്നെ കേസ് കൊടുത്തോ ഇതോ ഒഴിഞ്ഞു പോയി. ഇവരെന്തൊരു കഷ്ടതയാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ കഷ്ടത അനുഭവിക്കുക നിങ്ങൾ തിരിച്ച് ചോദിക്കേണ്ടെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ചോദിച്ചോ, അതൊക്കെ നിങ്ങൾ ചെയ്തോ. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ പ്രേരണ വചനം പാലിച്ചുകൊണ്ട് തന്നെയുള്ളതൊക്കെ ചെയ്തോ. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ നിങ്ങൾ സഹിക്കുമ്പോൾ മുകളിൽ ദൈവം ഉണ്ടെന്ന് ഓർക്കണം, ജീവന്റെ പുസ്തകം ഉണ്ടെന്ന് ഓർക്കണം. ഏത് കാര്യത്തിന് വചനം വെച്ചിട്ടാണ് ഒരു തീർപ്പ് വരുള്ളൂ, ന്യായവിധിയിൽ അങ്ങനെ വരുള്ളൂ എന്ന് ഓർക്കണം. അതാണ് നന്മ പ്രവർത്തിച്ചത് കഷ്ടത അനുഭവിക്കുക എന്നുള്ളതാണ് ദൈവഹിതമെങ്കിൽ അതാ നല്ലത്. തിന്മ പ്രവർത്തിച്ച് കഷ്ടത അനുഭവിക്കുന്നത്, പാപം ചെയ്താൽ പാപത്തിന്റെ പ്രത്യാഘാതം വരും. പാപം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നതും കഷ്ടത തന്നെയാണ് അല്ലേ. പാപം ചെയ്യുന്ന ഏതൊരുതരം ദുരിതനും അല്ലെ, പിന്നെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ബൈബിൾ വചനമുണ്ട്, റോമാലേഖനത്തെ വചനമുണ്ട്. അത് യഹൂദനെന്ന ഗ്രീക്കുകാരന് വ്യത്യാസം. ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്ലേശവും ദുരിതവും ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിന്റെ ആദ്യ ഭാഗം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കാത്ത ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വേർഡ് ഓഫ് ഗാഡ് നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് സഹായം ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യത്തിൽ സംസാരിച്ച് നോക്കിയേ, നിങ്ങൾ മീറ്റിംഗ് സംസാരിച്ച് നോക്കിയേ, ഒരു പൊതുയോഗത്തിൽ സംസാരിച്ച് നോക്കിയേ, ഒരു സിനാക്സ് മീറ്റിൽ ഇടപെട്ട് നോക്കിയേ, നിങ്ങളൊരു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ കഷ്ടത അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? എന്നാ പിന്നെ ശരി കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിച്ചോ. ഹാല 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 ഹാല. കർത്താവായ ദൈവമേ, ഈ വചനങ്ങളിൽ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു. കർത്താവെ, വചനങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കും തോറും ഞങ്ങളുടെ മുഖം വളരെ പ്രകാശിതമാകും. കാരണം ഈശോ ഇവിടെ വരിക, പ്രകാശം ഈശോയാണല്ലോ. കർത്താവ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ വചനം ജീവിക്കാൻ വേണ്ട വലിയൊരു കൃപയുണ്ടാകട്ടെ.
അഭിഷേകത്തിനെ കാണുന്നവർ, ഫ്രൂട്ടമേരി ശുശ്രൂഷ സംബന്ധിക്കുന്നവർ, ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ, ചെറിയ ടോക്കിലൊക്കെ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കും. പ്രത്യേകിച്ച് നാളത്തെ അഭിഷേകം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് ദൈവം ഈ വചനങ്ങൾക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് PDM സെന്ററിൽ കുറവിലങ്ങാട് കർത്താവ് ഈ ദിവസങ്ങളൊക്കെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിവരുടെ നിയോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. പലതരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗിച്ച യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് ഈ ആശീർവാദം ഇവരെ ഒരുപാട് അപകടം അനർത്ഥത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. ദൈവദാന്മാരെ ഇടപെടലുണ്ടാകട്ടെ. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.